അതേസമയം നഗരത്തിലെ മറ്റൊരിടത്ത് പുതിയ പ്രഭാതം വിരിയുകയായിരുന്നു. അരുണിനെ സ്കൂൾ വാൻ കയറ്റിവിട്ട ശേഷം തയ്യൽ കടയിലേക്ക് നടക്കുകയാണ് നീലിമ. അവളുടെ മുഖത്ത് ഇന്നലകളിലെ നിസ്സഹായതയില്ലായിരുന്നു. പകരം പുതിയൊരു ആത്മവിശ്വാസം നിറഞ്ഞു നിന്നിരുന്നു. സ്വന്തം കാലിൽ ഉറച്ചു നിൽക്കാൻ പോകുന്ന ഒരാളുടെ അഭിമാനം പ്രതീക്ഷയും ആ കണ്ണുകളിൽ കാണാമായിരുന്നു. ജീവിതം അവളെ തളർത്താൻ ശ്രമിച്ചിട്ടുണ്ടാവും, പക്ഷെ തകർന്നു വീഴാൻ അവൾ തയ്യാറായിരുന്നില്ല. ഓരോ ചുവടും മുന്നോട്ട് വെക്കുമ്പോൾ അവളുടെ മനസ്സിൽ ഒരു ഉറച്ച തീരുമാനമുണ്ട്. ഇനി കരഞ്ഞുകൊണ്ട് പിന്നോട്ട് നോക്കില്ല എന്നത്. തന്നെയും മകനെയും ചേർത്ത് പിടിച്ച് ഒരു പുതിയ ജീവിതം കെട്ടിപ്പടുക്കണം. ആ ഉറച്ച തീരുമാനത്തിൻ്റെ പ്രകാശമായിരുന്നു അന്ന് അവളുടെ മുഖത്ത് തെളിഞ്ഞു കണ്ടത്. പിറ്റേന്ന് രാവിലെ ഓഫീസിലെത്തിയപ്പോൾ അജയനെന്തോ അസ്വസ്ഥത തോന്നി. സാധാരണ ദിവസങ്ങളെപ്പോലെ അല്ലായിരുന്നു അന്നത്തെ അന്തരീക്ഷം. റിസപ്ഷനിൽ കടന്ന് അകത്തേക്ക് കയറുമ്പോൾ തന്നെ പലരുടെയും നോട്ടങ്ങൾ അവൻ്റെ മേൽ പതിയുന്നത് അവൻ ശ്രദ്ധിച്ചു. ചിലർ പരസ്പരം മുഖത്തോട് മുഖം നോക്കി പുഞ്ചിരിക്കുന്നു. ചിലർ പതിഞ്ഞ സ്വരത്തിൽ എന്തൊക്കെയോ സംസാരിച്ച് അവനെ കളിയാക്കുന്നുമുണ്ട്. അജയനൊന്നും കേൾക്കാത്ത ഭാവത്തിൽ മുന്നോട്ട് നടന്നു. പക്ഷെ അവൻ കടന്നു പോകുന്നതും പിന്നിൽ വീണ്ടും അടക്കി പിടിച്ച് ചിരികൾ ഉയർന്നു. "അജയൻ സാർ, പാർട്ടി എപ്പോഴാ?" പെട്ടെന്ന് ഒരു സഹപ്രവർത്തകൻ കളിയാക്കിക്കൊണ്ട് അവനോട് ചോദിച്ചു. അജയൻ ഒരു നിമിഷം അയാളെ നോക്കി. "എന്ത് പാർട്ടി?" "അല്ല സാർ, ഇത്ര വലിയ വാർത്തയല്ലേ ഓഫീസിൽ അറിഞ്ഞത്, അതിന് പാർട്ടിയില്ലേ?" അയാൾ ചിരിച്ചുകൊണ്ട് ചോദിച്ചു. അരികിൽ നിന്നുള്ളവരും മറ്റുള്ളവരും അത് കേട്ട് പൊട്ടിച്ചിരിച്ചു. "സാർ, പ്രണയത്തിന് വേണ്ടി ഇത്രയും റിസ്ക് എടുക്കാൻ വലിയ ധൈര്യം വേണം കേട്ടോ." സ്വന്തം ഭാര്യ ഒഴിവാക്കി മറ്റൊരാളെ കൂടെ കൂട്ടാൻ മറ്റൊരാളും അത് കേട്ട് കൂട്ടിച്ചേർത്ത് പറഞ്ഞു. ഓരോ വാക്കുകളും അജയൻ്റെ ഉള്ളിൽ അസ്വസ്ഥതയെ സൃഷ്ടിച്ചു. ഇതുവരെ തന്നോട് അധികം സംസാരിക്കാത്ത ആളുകൾ പോലും ഇന്ന് തൻ്റെ വ്യക്തിജീവിതത്തെക്കുറിച്ച് ചോദ്യം ചെയ്യുന്നു, കളിയാക്കുന്നു, പരിഹസിക്കുന്നു. ഒരു കാലത്ത് ഓഫീസിൽ ബഹുമാനത്തോടെ മാത്രം നോക്കിയിരുന്ന പലരുടെയും കണ്ണുകൾ ഇന്ന് മറ്റെന്തൊക്കെയോ ഭാവങ്ങളാണ്. പരിഹാസമോ പുച്ഛമോ അല്ലെങ്കിൽ സഹതാപമോ അവന് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. ഒരു മറുപടിയും പറയാതെ അവൻ തലകുനിച്ച് നേരെ തൻ്റെ ക്യാബിനിലേക്ക് നടന്നു. അവിടെ ഇരുന്നിട്ടും അവൻ്റെ മനസ്സ് ശാന്തമായില്ല. പുറത്ത് കേൾക്കുന്ന ഓരോ ചിരിയും തന്നെക്കുറിച്ചാണെന്ന് അവന് മനസ്സിലായിരുന്നു. ഓരോ നോട്ടവും വിലയിരുത്തുന്നത് പോലെ അനുഭവപ്പെട്ടു അവന്. ജീവിതത്തിൽ ആദ്യമായാണ് അവന് തൻ്റെ തീരുമാനങ്ങളുടെ ഭാരം ഇങ്ങനെ അനുഭവിക്കേണ്ടി വരുന്നത് തന്നെ. അതേസമയം രേവതി ഓഫീസിലേക്ക് കയറി വന്നത് പതിവ് ആത്മവിശ്വാസത്തോടെ തന്നെ. ആരൊക്കെ എന്തു പറയുന്നു എന്നതൊന്നും അവളെ ബാധിക്കുന്നതേയില്ല. ചില സ്ത്രീ സഹപ്രവർത്തകർ അവളെ കണ്ടപ്പോൾ അർത്ഥം വെച്ചുള്ള ചിരി സമ്മാനിച്ചു. ചിലർ തമ്മിൽ തമ്മിൽ നോക്കി ചുണ്ടിൽ ചിരി ഒളിപ്പിച്ചു. എന്നാൽ അതൊന്നും ശ്രദ്ധിക്കാൻ പോലും രേവതി തയ്യാറായിരുന്നില്ല. മറിച്ച് അവൾ കൂടുതൽ ഉത്സാഹത്തിലായിരുന്നു. അജയനോടൊപ്പം ജീവിക്കാനുള്ള തൻ്റെ തീരുമാനത്തിൽ അവൾക്കൊരു തെറ്റിദ്ധാരണയും തോന്നിയില്ല. മറ്റുള്ളവർ എന്തു വിചാരിക്കുന്നു എന്നതിനേക്കാൾ സ്വന്തം സന്തോഷത്തിനായിരുന്നു അവൾ വില കൊടുത്തതും. പക്ഷേ അജയൻ്റെ അവസ്ഥ അങ്ങനെയായിരുന്നില്ല. ഓരോ ദിവസം കഴിയുന്തോറും അയാൾ ഒരു കാര്യം തിരിച്ചറിഞ്ഞു. ഒരു തീരുമാനമെടുക്കുക എന്നത് എളുപ്പമല്ല എന്ന്. പക്ഷേ ആ തീരുമാനത്തിൽ പ്രത്യാഘാതങ്ങൾ ജീവിതകാലം മുഴുവൻ ചുമക്കുക എന്നതും അത്ര എളുപ്പമല്ല എന്ന്. "പക്ഷേ നിങ്ങളെ ഞാൻ ആ രീതിയിൽ കാണേണ്ടതില്ലല്ലോ. എൻ്റെ സ്വന്തം ചേച്ചിയെ പോലെ കണ്ടാൽ മതിയല്ലേ?" ഉഷ നീലിമയുടെ ചോദ്യം കേട്ട് ചെറുപുഞ്ചിരിയോടെ നീലിമ തലയാട്ടി. "തീർച്ചയായും എനിക്കും അതാണിഷ്ടം. എൻ്റെ പേര് ഉഷ എന്നാണ്. രജനി പറഞ്ഞിരുന്നു ചേച്ചിയെക്കുറിച്ച്." "രജനി നിങ്ങളെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. പക്ഷേ നിങ്ങളെ നേരിൽ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചതിനേക്കാൾ എത്രയോ ധൈര്യമുള്ള ആളാണെന്ന് തോന്നി." നീലിമ അത് കേട്ട് ചെറുതായി ചിരിച്ചു. "അങ്ങനെ തോന്നിയോ നിനക്ക്?" "അതെ ചേച്ചി." ഒരു നിമിഷം മടിച്ചെന്ന ശേഷം ഉഷ വീണ്ടും ചോദിച്ചു. "ഒരു കാര്യം ചോദിച്ചാൽ വിഷമമാകോ ചേച്ചിക്ക്?" "ഇല്ല, നീ ചോദിക്ക്." "നിങ്ങൾക്ക് പേടി തോന്നിയിരുന്നില്ലേ?" "എന്തിന് പേടി?" "എല്ലാം ഉപേക്ഷിച്ച് പുതിയൊരു ജീവിതം തുടങ്ങാൻ അത് തീരുമാനിച്ചപ്പോൾ." നീലിമ കുറച്ചു നേരം മിണ്ടാതെ നിന്നു. ശേഷം ശാന്തമായി മറുപടി പറഞ്ഞു. "പേടിയുണ്ടായിരുന്നു ഉഷ, ഒരുപാട് പേടിയുണ്ടായിരുന്നു. പിന്നെ എങ്ങനെയാണ് ഇത്ര ധൈര്യം മുന്നോട്ട് വന്നത് എന്നത് എനിക്കറിയില്ല. ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ പേടിയേക്കാൾ വലുതായി ആത്മാഭിമാനമായി മാറി. പിന്നെ എൻ്റെ അരുണിനെക്കുറിച്ചും." ഉഷ ആകാംക്ഷയോടെ നീലിമയെ നോക്കി. "അതെന്താ ചേച്ചി?" "ജീവിതം മുഴുവൻ കരഞ്ഞുകൊണ്ട് ജീവിക്കുന്നതിനേക്കാൾ ഒരിക്കൽ ധൈര്യമായൊരു തീരുമാനം എടുക്കുന്നതാണ് നല്ലതെന്ന് എനിക്ക് തോന്നി." ഉഷയുടെ കണ്ണുകൾ നിറഞ്ഞു. "എന്നെപ്പോലെയുള്ളവർക്ക് അത് അത്ര എളുപ്പമല്ല ചേച്ചി." "എന്തുകൊണ്ട് പറ്റില്ല?" "കാരണം ഞങ്ങൾക്ക് ധൈര്യം കുറവാണ്." നീലിമ അതിന് മറുപടിയൊന്നും പറഞ്ഞില്ല. "സത്യം പറഞ്ഞ ചേച്ചി, പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട് സ്ത്രീകൾക്ക് ഈ സമൂഹത്തിൽ ജീവിക്കാൻ തന്നെ വലിയ ബുദ്ധിമുട്ടാ." "എന്താണ് എങ്ങനെ തോന്നാൻ കാരണം?"
ഉഷ ഒരു ദീർഘശ്വാസം എടുത്തുകൊണ്ട് വീണ്ടും പറഞ്ഞു. ഭർത്താവ് എന്ത് തെറ്റ് ചെയ്താലും സഹിക്കണം, അപമാനിച്ചാലും സഹിക്കണം, വേദനിപ്പിച്ചാലും സഹിക്കണം, ഒടുവിൽ എല്ലാം സഹിക്കുന്ന നല്ല ഭാര്യയാണ് എന്ന് എല്ലാവരും വിളിക്കുക. നീലിമയുടെ മുഖം ഗൗരവമായി. അത് സമൂഹമുണ്ടാക്കിയ തെറ്റായ ധാരണയാണ് ഉഷ. പക്ഷേ ചേച്ചി, ഉഷയുടെ ശബ്ദം ഇടറി. സ്വന്തമായി വരുമാനമില്ലാതെ പോകാൻ ഒരിടമില്ലാത്ത സ്ത്രീകൾ എന്തു ചെയ്യും? അവർക്ക് ആദ്യം വേണ്ടത് ആത്മവിശ്വാസ. അതുകൊണ്ട് മാത്രം മതിയോ? അല്ല, പക്ഷെ അത് ആദ്യത്തെ ചുവടുവെപ്പാണെന്ന് മാത്രം. ഉഷ കുറച്ചു നേരം ആലോചിച്ചിരുന്നു. ശേഷം നീലിമയോടായി വീണ്ടും ചോദിച്ചു. ചേച്ചി, നിങ്ങളെ ഒരിക്കലും ഒറ്റപ്പെട്ടതായി തോന്നിയിട്ടില്ലേ? നീലിമയുടെ ചുണ്ടുകൾ നേർത്തൊരു പുഞ്ചിരി വിരിഞ്ഞു. ഒരുപാട് തവണ തോന്നിയിട്ടുണ്ട്. അപ്പോൾ എന്തു ചെയ്യും? എൻ്റെ മകനെ ഓർക്കും. ഉഷ അത്ഭുതത്തോടെ അവളെ നോക്കി. അവനെ കാണുമ്പോൾ എനിക്ക് വീണ്ടും ശക്തി വന്നതുപോലെ തോന്നും. ഒരു നിമിഷം നിശബ്ദത പടർന്നു. ശേഷം ഉഷ പതുക്കെ ചോദിച്ചു. ചേച്ചി, ഞാനൊരു കാര്യം പറയട്ടെ? പറ. രജനി ചേച്ചി, നിങ്ങളെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ നിങ്ങളൊരു സാധാരണ സ്ത്രീയായിട്ടാണ് കരുതിയേ. ഇപ്പോൾ നിങ്ങളെ കാണുമ്പോൾ എനിക്ക് പ്രതീക്ഷയാണ്, അഭിമാനമാണ് തോന്നുന്നത്. നീലിമ അത്ഭുതത്തോടെ അവളെ നോക്കി. പ്രതീക്ഷയോ? അതെ. ഉഷയുടെ കണ്ണുകൾ ആദരവ് നിറഞ്ഞു. കാരണം എത്ര വലിയ പ്രശ്നം വന്നാലും ജീവിതം അവസാനിപ്പിക്കുന്നില്ലെന്ന് നിങ്ങളെ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി. നീലിമ ഒന്നും പറഞ്ഞില്ല. ഉഷ വീണ്ടും പുഞ്ചിരിച്ചു. ഇനി മുതൽ ഞാൻ നിങ്ങളെ നീലിമ ചേച്ചി എന്ന് വിളിക്കട്ടെ? അതാണോ ഇത്ര വലിയ കാര്യം? അതെ, എനിക്കിത് വലിയ കാര്യമാണ്, ഉഷ സ്നേഹത്തോടെ പറഞ്ഞു. കാരണം എനിക്കൊരു ചേച്ചിയെ കിട്ടിയല്ലോ. മറുവശത്ത് ഓഫീസിൽ സായന്തിൻ്റെ അരികിലിരുന്ന് ഓരോ ജോലികൾ ക്ഷമയോടെ പറഞ്ഞു കൊടുക്കുകയാണ് അവൾ. തനിക്ക് അറിയാവുന്നതെല്ലാം വളരെ ലളിതമായി അവൾ വിശദീകരിച്ചു. എന്നാൽ അവിടെയുണ്ടായിരുന്ന മറ്റുള്ളവരുടെ നോട്ടങ്ങൾ അത്ര നിഷ്കളങ്കമായിരുന്നില്ല. ഇതുവരെ സായന്ത് ഒരു സ്ത്രീ ജീവനക്കാരോടും ഇത്രയും ശ്രദ്ധയോടെ സംസാരിച്ചിട്ടുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ പലരുടെയും കണ്ണുകൾ ഇടയ്ക്കിടെ അവരുടെ നേർക്ക് നീണ്ടു. ചിലർ മുഖത്തോട് മുഖം നോക്കി അർത്ഥം വെച്ചുള്ള പുഞ്ചിരികൾ കൈമാറി. എന്നാൽ അതൊന്നും ശ്രദ്ധിക്കാതെ ജോലിക്കാര്യങ്ങൾ മുഴുകിയിരിക്കുകയായിരുന്നു അവർ രണ്ടുപേരും. അപ്പോഴാണ് ജഗൻ്റെ ക്യാബിന് പുറത്ത് ഒരു ശബ്ദമുയർന്നത്. മേ ഐ കം ഇൻ ബോസ്? വന്നയാളെ കുറച്ചു നേരം പുറത്ത് കാത്തു നിർത്തിയ ശേഷമാണ് ജഗൻ അകത്തേക്ക് വരാൻ അനുവാദം നൽകിയത്. കം ഇൻ. അനുമതി കിട്ടിയതും അയാൾ അകത്തേക്ക് കയറി. ജഗൻ തൻ്റെ കസേരയിലേക്ക് ചാരിയിരുന്നു കൊണ്ട് പുറത്തേക്ക് നോക്കി. പിന്നീട് പെട്ടെന്ന് സായന്തിനെ നോക്കിക്കൊണ്ട് ചോദിച്ചു. എന്താ സായന്ത്, നിങ്ങളുടെ ജോലി ഗാർമെൻറ് സെക്ഷനിലേക്ക് മാറ്റിയിരുന്നോ? എനിക്ക് കൃത്യമായി ഓർമ്മ കിട്ടുന്നില്ലല്ലോ. നീ അവിടെ പോയിരുന്നത്? ചോദ്യത്തിൻ്റെ യഥാർത്ഥർത്ഥം സായന്തിന് മനസ്സിലായി. അതുകൊണ്ട് തന്നെ അവൻ്റെ മുഖമൊന്ന് മുറുകി. ബോസ്, നിങ്ങൾ തന്ന അസൈൻമെൻറ്റിൻ്റെ ഭാഗമായാണ് ഞാൻ. അവൻ പറഞ്ഞു തുടങ്ങിയതും മറ്റൊരാൾ അതിനിടയിലേക്ക് കടന്നു വന്നു. ബോസ്, പുതിയ ജോയിങ് ആണ്, പിന്നെ നമ്മുടെ നീലിമയുടെ ഫ്രണ്ടും കൂടിയാണ്. നീലിമ എന്ന പേര് കേട്ടതും ജഗൻ്റെ മുഖഭാവം തന്നെ ഒരു നിമിഷം കൊണ്ട് മാറി. കണ്ണുകളിൽ അത്ഭുതവും അമർഷവും ഒരുപോലെ തെളിഞ്ഞു. നീലിമയോ? അവൻ സംശയത്തോടെ ചോദിച്ചു. അതേ ബോസ്. വന്നയാൾ ആവേശത്തോടെ തുടർന്നു. അന്ന് രാത്രി നമ്മുടെ മുന്നിലേക്ക് വന്ന് വീണില്ലേ ആ നീലിമ? അവരാണിപ്പോൾ ഹോസ്പിറ്റലിൽ ആക്കിയ അതേ നീലിമ തന്നെയാണ് സാർ. അവൻ വാക്കുകൾ പൂർത്തിയാക്കുന്നതിന് മുമ്പ് ജഗൻ്റെ തീക്ഷ്ണമായ നോട്ടം അവൻ്റെ മേൽ പതിച്ചു. ആ നോട്ടത്തിനർത്ഥം മനസ്സിലായതോടെ അവൻ്റെ ശബ്ദം തനിയെ നിലച്ചു. ക്യാബിനുള്ളിൽ ഒരു നിമിഷം നിശബ്ദത പടർന്നു. അന്ന് രാത്രി നടന്ന സംഭവങ്ങളെല്ലാം ജഗൻ്റെ മനസ്സിലൂടെ മിന്നൽ പോലെ കടന്നുപോയി. നീലിമയുടെ തീക്ഷ്ണമായ വാക്കുകൾ, തന്നോട് യാതൊരു ഭയമില്ലാതെ അവൾ തിരിച്ചടിച്ചതും, ഇവിടെ വന്ന് ഇൻ്റർവ്യൂ സമയത്ത്, പിന്നീട് ഓഫീസിൽ വന്ന് എല്ലാവരുടെയും മുന്നിൽ ചോദ്യം ചെയ്തു. അവൾ പറഞ്ഞ ഓരോ വാക്കുകളും അവനെ വെറുത്ത് ഓഫീസിൽ നിന്ന് പോയതും ഓരോ ഓർമ്മയും അവൻ്റെ ഉള്ളിൽ അമർഷം വീണ്ടും ഉണർത്തി. അറിയാതെ അവൻ്റെ കൈകൾ മുഷ്ടി ചുരുട്ടി. മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു തുടുത്തു. അവൾ പാവമല്ല എന്ന് കരുതിയിട്ട ഞാൻ അത്രയും പറഞ്ഞത്. പക്ഷെ അവളുടെ ദേഷ്യം, വാശി, അവളിപ്പോൾ എവിടെയാണെന്ന് നിനക്കറിയാമോ? കടുപ്പമുള്ള ശബ്ദത്തിൽ ജഗൻ അവരോടായി ചോദിച്ചു. അറിയാം ബോസ്. അയാൾ പെട്ടെന്ന് മറുപടി നൽകി. രജനിയുടെ കൂടെ തന്നെയാണ് ഇപ്പോൾ അവൾ താമസിക്കുന്നതും.